ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്. അപ്പം നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ A മീറ്റർ, B ഡിഗ്രി, C ഡയോപ്റ്റർ, D യൂണിറ്റ് ഇല്ല. അപ്പം നമുക്കറിയാം മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് എന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ആംഗിളിൻ്റെ യൂണിറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വെച്ചോണേ, PSC ഒരിക്കൽ ഓപ്ഷനായി തന്നതുകൊണ്ട് തന്നെ ഇനിയും തരാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ ലെൻസാണ്. ഒരു ലെൻസിൻ്റെ പവറാണ് നമ്മൾ ഡയോപ്റ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഒപ്റ്റിക്സിൻ്റെ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഡീറ്റെയിലായി നമുക്ക് ഡയോപ്റ്റർ നമ്മൾ പഠിക്കും, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബട്ട് മനസ്സിലാക്കി വെക്കുക, ഇതിൽ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഫിസിക്സിൻ്റെ മൊഡ്യൂളിൽ PSC തന്നിരിക്കുന്ന ഈ എല്ലാ ചാപ്റ്റേഴ്സിലും കൂടി എന്തെല്ലാം യൂണിറ്റുകളെ പറ്റി ഇവർ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഏത് യൂണിറ്റ് വേണമെങ്കിലും അവർക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗമായി ചോദിക്കാം. അതിലൊന്നും ഇല്ലാത്തതും PSC ചോദിച്ച ചരിത്രമുണ്ട്. ഈ ടെക്സ്റ്റൊന്നും പറഞ്ഞിട്ടില്ലാത്ത വെളിയിൽ നിന്നുള്ള സാധനവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഈ യൂണിറ്റുകളെല്ലാം ഒന്ന് പഠിച്ച് വെച്ച് പോകുക. അപ്പോൾ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് എ ലെൻസ്. അപ്പോൾ ഇത് മൂന്നും അല്ല, ഓപ്ഷൻ D ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി അതല്ലാതെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു 2-3 എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ പോർഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ തരം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. എന്താണ്? ഒരേ തരം ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോയ്ക്ക് അല്ലെങ്കിൽ ഒരേ തരം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോയ്ക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു C/V ആണ്. ലൈറ്റ് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത ബൈ ആ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത. അതാണ് ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ രണ്ടും വേഗതയല്ലേ, മുകളിലും വേഗത താഴെയും വേഗത. ഇതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ പഠിക്കുന്ന ഡയമെൻഷൻ അല്ല. ഇവിടെ നമ്മൾ ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെങ്ത്, വോളിയം, അതുപോലെ ഏരിയ പോലെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇനി നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മളൊരു ബോഡിയിൽ സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡയമെൻഷന് ചേഞ്ച് ഉണ്ടാവും. ഒന്നുകിൽ അതിൻ്റെ വോളിയം മാറും, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ മാറും. അപ്പോൾ ഉണ്ടായ ചേഞ്ച് ബൈ ഒറിജിനൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെയിനിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ഇത് രണ്ടിനും ഡയമെൻഷനില്ല. പക്ഷേ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ഇത് രണ്ടും പോലെയല്ല ആംഗിൾ ഒരു എക്സെപ്ഷനാണ്, അത് ഓർത്ത് വെച്ചോണം. ആംഗിളിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല, പക്ഷേ ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ? പ്ലെയിൻ ആംഗിളിന് റേഡിയൻ, സോളിഡ് ആംഗിളിന് സ്റ്റെറേഡിയൻ. സോ സ്ട്രെയിൻ അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബോത്ത് ഹാവ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ, രണ്ടുമില്ല സ്ട്രെയിനിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും. പക്ഷേ ഏതിന്? ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അത് ഓർത്തോണേ. അപ്പോൾ ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി പറഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. PSC പ്രീവിയസ് ഇയറായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്ന D യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി റിലേറ്റഡ് ആയ ഒരു 3 ക്വാണ്ടിറ്റീസ്: സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആംഗിൾ. സ്ട്രെയിൻ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. പക്ഷേ ആംഗിളിനാണെങ്കിൽ ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്, റേഡിയനും സ്റ്റെറേഡിയനും. ഓക്കെ, അപ്പോൾ 80/2026 എന്ന് പറയുന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഒരു റീസെൻറ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ 2024 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 80/2022 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. അപ്പോൾ ഡയറക്റ്റ് ക്വാണ്ടിറ്റി തന്നിട്ട് ഏതാണ് യൂണിറ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം ഒന്ന് കറക്കി ചോദിച്ചിരിക്കുകയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി. എന്താണ് എമൗണ്ട് ഓഫ് മാറ്റർ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി. എന്താണ് ഒരു ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മാറ്റർ?
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡിയാണ് മാസ്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അതെന്തായി? മാസായി. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാസിൻ്റെ യൂണിറ്റ്, മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. ഏതാണ് മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്? കിലോഗ്രാം, കിലോഗ്രാം ഭാരം, കിലോമീറ്റർ, മോള്. ഇതുകൊണ്ടാണ് പലപ്പോഴും ഡിഗ്രി തലത്തിലേക്കൊക്കെ വരുമ്പോൾ ദയവ് ചെയ്ത് മലയാളം ക്വസ്റ്റ്യൻ വായിക്കരുത്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെ വായിക്കാവൂ എന്ന് പറഞ്ഞൊരു പ്രധാന കാരണം ഇതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കിലോഗ്രാം ഇപ്പോൾ കിലോമീറ്റർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലാവും, ദൂരമാണെന്ന് നിങ്ങൾക്ക് അറിയാം. മോളല്ല, അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ ഉള്ളത് കിലോഗ്രാമും കിലോഗ്രാം ഭാരവും. സംഭവം എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിൻ്റെയും കിലോഗ്രാം വെയ്റ്റിൻ്റെ ഇംഗ്ലീഷാണ് ഈ തന്നിരിക്കുന്നത്. കിലോഗ്രാം വെയ്റ്റിൻ്റെ ഇംഗ്ലീഷാണ് ഈ തന്നിരിക്കുന്നത്, കിലോഗ്രാം ഭാരം എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് അല്ല. അതെന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഫോഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിലപ്പോഴെങ്കിലും പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരാനുള്ളൊരു സാധ്യതയുള്ളൊരു മേഖലയാണ് മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. തിരിഞ്ഞുപോയേ. മാസ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി, എമൗണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന, ഇവിടെ പറഞ്ഞത് വെച്ച് പറഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം അഥവാ മാസ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പിണ്ഡം എന്നാണ് പറയാറുള്ളത്. ഈ പിണ്ഡവും ഭാരവും രണ്ടാണ്. എൻ്റെ മാസും എൻ്റെ വെയ്റ്റും രണ്ടാണ്. എൻ്റെ മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവ്, അതെപ്പോഴും സ്ഥിരമായിരിക്കും. എന്നിൽ ഭൂമി ചെലുത്തുന്ന ഫോഴ്സാണ്, അല്ലെങ്കിൽ അതിനുള്ള റിയാക്ഷനാണ് നമ്മൾ എന്തായിട്ട് വെയിറ്റ് ആയിട്ട് അളക്കുന്നത്. സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഭാരം എന്ന് പറഞ്ഞാൽ ഭൂമി നമ്മളിൽ ചെലുത്തുന്ന ഫോഴ്സ്, ഭൂമി നമ്മളിൽ ചെലുത്തുന്ന ബലം. അപ്പോൾ അതിന് എന്തിൻ്റെ യൂണിറ്റാണ് വരാനുള്ളത്? ബലത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ വരണം. അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് പോലുള്ള യൂണിറ്റുകൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുണ്ട്. അവിടെ നമ്മൾ പറയും. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കിലോഗ്രാം വെയിറ്റ് എന്താണെന്ന് പറയും. കാരണം ഒരിക്കൽ ഓപ്ഷനിൽ തന്നതുകൊണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഭാരത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. കാരണം ഭാരം എന്നത് ഭൂമി നമ്മളിൽ ചെലുത്തുന്ന ബലമാണ്. ഒരു വസ്തുവിൻ്റെ മാസ് മാറുമോ ഇല്ലയോ, ഒരു വസ്തുവിൻ്റെ ഭാരം മാറുമോ ഇല്ലയോ, ഇത് രണ്ടും കൂടി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞു, ഒരു വസ്തുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഇത് നിങ്ങൾ അയാളെ ഭൂമിയിൽ കൊണ്ടുവച്ചാലും ചൊവ്വയിൽ കൊണ്ടുവച്ചാലും യുറാനസിലും നെറ്റ്യൂണിലും കൊണ്ടുവച്ചാലും അയാളുടെ ശരീരത്തിൽ അത്രയും മാറ്റർ അപ്പോഴും ഉണ്ടാവും. അതിനാൽ അയാളുടെ മാസിന് വ്യത്യാസം വരില്ല. പക്ഷേ ഭാരത്തിന് വ്യത്യാസം വരും, വെയിറ്റിന് വ്യത്യാസം വരും, വെയിറ്റിന് ഡിഫറൻസ് വരും. കാരണം വെയിറ്റ് എന്നാൽ ഭൂമി എൻ്റെ ശരീരത്തിൽ ചെലുത്തുന്ന ബലമാണ്. ഭൂമി എന്ത് ബലമാണ് എൻ്റെ ശരീരത്തിൽ ചെലുത്തുന്നത്? ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമി എന്നിൽ ചെലുത്തുന്നത് കൊണ്ടാണ്. ഗ്രാവിറ്റി ഈസ് റിലേറ്റഡ് ടു വെയിറ്റ്. അതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് അനുഭവപ്പെടുന്നത്. ഭൂമിയിലെ ഗ്രാവിറ്റി അല്ല ചന്ദ്രനിലെ ഗ്രാവിറ്റി, ആ ഗ്രാവിറ്റി അല്ല യുറാനസിലെ ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റി ഫ്രം സ്പേസ് ടു സ്പേസ് അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ഇൻ സ്പേസ് വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഗ്രാവിറ്റി ഉപയോഗിച്ച് ഒരു പ്ലാനറ്റ് നമ്മളിൽ ചെലുത്തുന്ന ഫോഴ്സിനും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ചന്ദ്രനിൽ നമുക്ക് ഭൂമിയിലുള്ള അത്രയും വെയിറ്റ് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഒഴുകി നടക്കാം, പാറി തെന്നി നടക്കാം എന്ന് പറയും. അത് നമുക്കിങ്ങനെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കണം. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. മാസിൻ്റെ യൂണിറ്റ് എപ്പോഴും കിലോഗ്രാം ആയിരിക്കും. മാസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം. എന്താണ് മാസിൻ്റെ SI യൂണിറ്റ്? കിലോഗ്രാം. ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. മാസ് ഇൻവേരിയബിൾ ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ എവിടെ ഇരുന്നാലും നിങ്ങളുടെ മാസ് സെയിം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഭാരം വേരിയബിളാണ്. നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്ന സാധനം വേരിയബിളാണ്. ബിക്കോസ് വെയിറ്റ് ഈസ് ദ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ എ പ്ലാനറ്റ്. അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി 80/2024 എന്ന് പറയുന്ന കോഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, ആങ്സ്ട്രം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ഓക്കെ, ഫെർമി, ആങ്സ്ട്രം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ചോദ്യം എന്താണ്? ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്, എല്ലാം സമയത്തിൻ്റെ യൂണിറ്റുകളാണ്. 1, 2, 3 ദൂരത്തിൻ്റെ യൂണിറ്റുകളും 4 സമയത്തിൻ്റെ യൂണിറ്റുമാണ്. 2, 3 ദൂരത്തിൻ്റെ യൂണിറ്റുകളും 1, 4 സമയത്തിൻ്റെ യൂണിറ്റുകളുമാണ്. അപ്പോൾ ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായി തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്തിൽ നമ്മൾ എന്ത് പറഞ്ഞു?
അസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിൻ്റെ യൂണിറ്റാണ്. പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ, പേരിൽ ഇയർ ഉള്ളതുകൊണ്ട് അത് ടൈം ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. അങ്ങനല്ല. ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ഇൻ വാക്വം എന്നത് നമ്മൾ പറഞ്ഞു. പാർസെക്ക് ദൂരത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അവിടെയും സെക്ക് ഉണ്ട് എന്ന് കരുതി അങ്ങനെ വിചാരിക്കരുത്. ആർക്ക് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് ആംഗിളാണ്. 1/3600 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സെക്കൻഡുള്ള എല്ലാം ദൂരമാണെന്ന് സമയമാണെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായി ആ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫെർമി ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഫെർമി നമ്മൾ കൃത്യമായി ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ലെങ്തുകളാണ് ഇതെല്ലാം. ആങ്സ്ട്രം എത്ര? 10⁻⁻10 മീറ്ററാണ് ആങ്സ്ട്രം. അപ്പോൾ ആങ്സ്ട്രം ലെങ്തിൻ്റേതാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഭൂമിക്കും സൂര്യനും ഇടയിലെ ശരാശരി ദൂരത്തെയാണ് നമ്മൾ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.49 × 10⁻11 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ലെങ്തിൻ്റെ യൂണിറ്റാണ്. പ്രകാശവർഷം ലൈറ്റ് ഇയർ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ത്രൂ വാക്വം ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റാണ്. എല്ലാ സമയത്തിൻ്റെ യൂണിറ്റ് വരില്ല. ഏതെങ്കിലും ഒരെണ്ണം സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബാക്കി 2 ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് എ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സിംപ്ലി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ ക്വസ്റ്റ്യൻ. ഇതുകൊണ്ടാണ് ഞാൻ താപനിലയുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് ആ താപനില ശ്രദ്ധിച്ചോണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ, താപത്തിൻ്റെ SI യൂണിറ്റാണ് ഫാരൻ ഹീറ്റ്, താപനിലയുടെ SI യൂണിറ്റാണ് സെൽഷ്യസ്, താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. 2 വാക്കുകളുണ്ട്. ഒന്ന് താപം, 2 താപനില. ഇംഗ്ലീഷിൽ ഇതിനെ നമുക്ക് എന്തെന്നൊക്കെ വിളിക്കാം? ഹീറ്റ് എന്നും ടെമ്പറേച്ചർ എന്നും വിളിക്കാം. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. താപം എന്നത് ഒരു ഊർജ്ജ രൂപമാണ്. മലയാളത്തിൽ നമുക്കങ്ങനെ പറയാം. നമുക്കൊരു മൊഡ്യൂൾ തന്നെ ഉണ്ട്. ഹീറ്റ്, ടെമ്പറേച്ചർ ഒക്കെ പഠിക്കാനുള്ളൊരു മൊഡ്യൂൾ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ ഹീറ്റിൻ്റെ യൂണിറ്റ് എപ്പോഴും എനർജിയുടെ യൂണിറ്റ് ആയിരിക്കൂലേ? എന്തായിരിക്കും? ജൂളായിരിക്കും. സോ താപത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും ജൂളായിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ നമ്മൾ പ്രത്യേകം പഠിച്ചു. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ SI യൂണിറ്റിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണ്. ടെമ്പറേച്ചർ എന്തുമാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുമാണ്. സോ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻ ഹീറ്റും ഒക്കെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ്. പക്ഷേ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ. സ്മാൾ കെ ആണ് കെൽവിൻ. ഓക്കെ, സോ താപത്തിൻ്റെ SI യൂണിറ്റ് ജൂള്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. താപം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താ? ജൂള്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്ട്? കെൽവിനാണ്. അത് സെൽഷ്യസ് അല്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ഒരിക്കലും ഫാരൻ ഹീറ്റ് വരില്ല. കാരണം താപ എനർജിയാണ്. എനർജിയുടെ യൂണിറ്റേ അല്ല ഫാരൻ ഹീറ്റ്. അപ്പോൾ നമ്മുടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സോ ചോദിച്ചിരിക്കുന്ന ശരിയാണോ തെറ്റാണോ എന്ന് ശ്രദ്ധിച്ചോണം. PSC ഹാളിൽ മിക്കവരും വരുന്നൊരു പ്രശ്നം ഇത് തിരിച്ചു പോകലാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇത് തിരിച്ചിട്ടുണ്ട്, ഞാനും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന. ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായത്. അപ്പോൾ 1ഉം 4ഉള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 91/2026 എന്ന് പറയുന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ റോങ് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ വാട്ട്, ഊർജം ജൂള്, പ്രവൃത്തി ജൂള്, ബലം പാസ്കൽ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റുമാണ്. ദ ഗിവൺ പെയർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് അല്ലേ. അപ്പോൾ പവറിൻ്റെ യൂണിറ്റായിട്ട് വാട്ട് തന്നിട്ടുണ്ട്, ഊർജത്തിൻ്റെ യൂണിറ്റായിട്ട് ജൂള് തന്നിട്ടുണ്ട്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള് തന്നിട്ടുണ്ട്, ബലം പാസ്കൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം എനർജിയും വർക്കും സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും ഒരേ യൂണിറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഊർജം ജൂള് എന്താണ്? കറക്റ്റായ പെയറാണ് അല്ലേ. പ്രവൃത്തി ജൂളും കറക്റ്റായ പെയറാണ്. പവറിൻ്റേത് വാട്ട്, ബലം പാസ്കലാണ് തന്നിരിക്കുന്നത്. പവറിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? വാട്ട് തന്നെയാണ്. ബലം പാസ്കലാണോടെ? പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റാണ്, മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. സോ പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. പാസ്കൽ എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. അപ്പോൾ ഡി ആണ് തെറ്റായ ജോഡി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഡി ആണ് വരുന്നത്. ഓക്കെ, ഡി ഈസ് അവർ ആൻസർ. റോങ് പെയർ ഈസ്
ബലം പാസ്കൽ, ഫോഴ്സ് പാസ്കൽ എന്ന് പറയുന്നതാണ് റോങ് പെയർ. ബാക്കി മൂന്നും കൃത്യമായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അവയുടെ യൂണിറ്റും തന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇനി 19/2024 എന്ന എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഭാരത്തിൻ്റെ SI യൂണിറ്റ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. മാസും വെയിറ്റും, മറ്റേ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന ടെൻഷനിലും ആ ഒരു സ്ട്രെസ്സിലും ഒക്കെ ആയിട്ട് ചാടി കയറിയിട്ട് എന്ത് ചെയ്യും കിലോഗ്രാം എന്ന് എഴുതി വെക്കും. കിലോഗ്രാം എന്തിൻ്റെയാണ്? മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. മാസിൻ്റെ യൂണിറ്റ് എന്ത്? കിലോഗ്രാം. വെയ്റ്റിൻ്റെ യൂണിറ്റ്, ഭാരം അഥവാ വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താണ്? എന്തേ വരൂ? ന്യൂട്ടണേ വരൂ, ന്യൂട്ടൺ. ഓക്കെ, ബിക്കോസ് വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എർത്ത് ഓൺ അസ്. ഭൂമി നമ്മളിൽ ചെലുത്തുന്ന ഭാരം അല്ലെങ്കിൽ അതിനുള്ള റിയാക്ഷനാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് അളക്കുന്നത്. സോ ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി കിലോഗ്രാം എഴുതരുത്. ന്യൂട്ടനാണ് ഭാരത്തിൻ്റെ യൂണിറ്റ്. ബാക്കി രണ്ടും നമ്മൾ നോക്കേ വേണ്ട. ജൂള് എനർജിയുടെയാണ്, പാസ്കൽ പ്രഷറിൻ്റെയാണ്. അത് രണ്ടും നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഭാരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, പ്രകാശവർഷം. കണ്ടോ, ഈ സാധനം PSC ഇങ്ങനെ റിപ്പീറ്റഡായി ചോദിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയി ചോദിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ സെക്കും ഇയറും ഒക്കെ ചേർന്ന് വരുന്ന യൂണിറ്റുകൾ എന്നിട്ട് ഏതാണ്. പെട്ടെന്ന് ചാടിക്കയറി നിങ്ങൾ മറ്റേത് ആൻസർ ചെയ്യാനായി എക്സാം ഹാളിലെ സ്ട്രെസ്സിൽ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റഡായി തരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കി വെച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, അതും അതിൻ്റെ യൂണിറ്റുകളും നോക്കി വെച്ചിട്ട് പോകണം. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരമാണ്. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ്. സമയമാണോ? അല്ല. ലൈറ്റ് ഇയർ സമയമല്ല, ബലമല്ല, വേഗതയല്ല. ലൈറ്റിൻ്റെ വേഗത എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വേഗതയ്ക്ക് നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? മീറ്റർ/സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 66/24 എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ചാണ് പ്രകാശവർഷം എന്നത് ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഓക്കെ, ഇനി 102/2024 നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ജൂൾ എനർജിയുടേത്, വാട്ട് പവറിൻ്റേത്, പാസ്കൽ പ്രഷറിൻ്റേത്. കണ്ടോ, അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ നോക്കി വെച്ചിട്ട് പോയാൽ തന്നെ അത് റിലേറ്റഡ് ആയി ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻസ് വഴി നമ്മൾ ഫെമിലിയർ ആവണം. വെറുതെ കൺസെപ്റ്റ് മാത്രം പഠിച്ച് പോകുമല്ല, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. എ ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? മീറ്റർ, പ്രകാശവർഷം, ക്യാൻഡല. മീറ്റർ ദൂരത്തിൻ്റെ നമുക്കറിയാം. പ്രകാശവർഷം, പ്രകാശം ശൂന്യതയിലൂടെ ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ അത് രണ്ടുമുണ്ട്. പക്ഷേ ക്യാൻഡല എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത് ക്യാൻഡല. അപ്പോൾ 3 വരില്ല, 1ഉം 2ഉം മാത്രമേ വരൂ. 1ഉം 2ഉം മാത്രം തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഓക്കെ, അപ്പോൾ 128/2024 ചോദിച്ച ചോദ്യമാണ്. മീറ്ററും പ്രകാശവർഷവും എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. സി എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. സി അല്ല, മൂന്നാമത്തേത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ സി ആണ് നമ്മുടെ ഓപ്ഷൻ. 123/2024 ചോദിച്ചിട്ടുള്ള ചോദ്യം, പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? അപ്പോൾ വർക്ക് എനർജി പവറിൽ നമ്മൾ പവർ ഡീറ്റെയിലായി പഠിക്കും. പവറിൻ്റെ യൂണിറ്റായിട്ട് സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിലായി പറയും. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, യൂണിറ്റ് ടൈമിൽ പെർഫോം ചെയ്യുന്ന വർക്ക് അഥവാ യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂള്. ജൂളിന് ക്യാപിറ്റൽ ജെ വരുമോ? വരൂല. സ്മാൾ ജെയേ വരൂ. ജൂളിന് സ്മാൾ ജെ, ജൂൾ. ഓക്കെ, അപ്പോൾ ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് പവറിൻ്റെ യൂണിറ്റായിട്ട് വരും അല്ലേ? ഇനി കിലോ വാട്ട് അവർ. വാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ വാട്ട് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ വാട്ടും ജൂൾ പെർ സെക്കൻഡും പവറിൻ്റെ യൂണിറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കിലോ വാട്ട് അവർ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വാട്ട് പവറിൻ്റെ യൂണിറ്റാണെന്ന് നമുക്കറിയാം. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3. ഇപ്പോൾ 10⁻3 വാട്ടാണ് കിലോ വാട്ട്. അപ്പോൾ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ, കിലോ വാട്ട് അവർ അവിടെ നമ്മൾ ഡീറ്റെയിലായി പഠിക്കും. ഇവിടെ മനസ്സിലാക്കി വെക്കുക ലോജിക്കലി. കിലോ വാട്ട് അവർ, HOUR, ആ അവറാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് ഇൻറ്റു അവർ, പവർ ഇൻറ്റു ടൈം അല്ലേ? പവർ ഇൻറ്റു ടൈം, കിലോ വാട്ട് അവർ, പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണെങ്കിൽ പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വർക്കായിരിക്കൂലേ?
പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വർക്കായിരിക്കൂലേ. അപ്പോൾ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ യൂണിറ്റാണ്? വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റാണ്. സോ കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. അപ്പോൾ അത് പവറിൻ്റെ യൂണിറ്റ് അല്ല. ഹോഴ്സ് പവർ എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? പവറിൻ്റെ യൂണിറ്റ്. HP BHP എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതൊക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? പവറിൻ്റെ യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? എ ആണ് നമ്മുടെ ആൻസർ. കിലോ വാട്ട് അവറാണ് പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. പവർ വർക്ക് അഥവാ എനർജിയുടെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ബാക്കി മൂന്നും പവറിൻ്റെ യൂണിറ്റാണ്. സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് എ ആണ് നമ്മുടെ ആൻസർ. ഇനി 91/2024 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ, അപ്പോൾ അത് ആദ്യമേ ശ്രദ്ധിച്ചോണം, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ ചെറുതായിട്ട് അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങ് കുത്തി വരച്ച് വെക്കരുത്. ഇൻവിജിലേറ്റേഴ്സ് എല്ലാം വന്നാൽ എടുത്ത് ഹാളിൽ നിന്ന് പുറത്ത് കളയും. ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അങ്ങനെ അണ്ടർലൈൻ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ തക്കവണ്ണം. ശരിയായത് ഏത് എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണല്ലേ. താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണല്ലോ. താപത്തിൻ്റെത് ജൂളാണ്, താപനിലയുടേത് കെൽവിനാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർസെക്ക്, പ്രകാശവർഷം, ചന്ദ്രശേഖർ പരിധി, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം പാർസെക്ക് വരില്ല. പാർസെക്ക് എന്ത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. പ്രകാശവർഷം ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. പ്രകാശവർഷം ഇനി പറഞ്ഞാൽ നിങ്ങൾ തന്നെ അടിക്കും ചിലപ്പോൾ. പ്രകാശവർഷം ഇപ്പോൾ തന്നെ 2 തൊട്ട് നമ്മൾ പറഞ്ഞു. അസ്ട്രോണമിക്കൽ യൂണിറ്റും പറഞ്ഞു. ഇതെല്ലാം ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. ചന്ദ്രശേഖർ പരിധിയാണ് ആൻസർ, ഓപ്ഷൻ സി. ചന്ദ്രശേഖർ പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ആളാണ് എസ് ചന്ദ്രശേഖർ. പുള്ളി മുന്നോട്ട് വെച്ചൊരു കൺസെപ്റ്റാണ് ചന്ദ്രശേഖർ ലിമിറ്റ് അഥവാ ചന്ദ്രശേഖർ സീമ, ചന്ദ്രശേഖർ പരിധി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറ്റ് ഡ്വാർഫ്, വെള്ളക്കുള്ളൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വൈറ്റ് ഡ്വാർഫ് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ഒരു വൈറ്റ് ഡ്വാർഫ് ഡിസ്ട്രക്റ്റ് ആവുന്നതിന് മുമ്പ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മാസ്. ഒരു വൈറ്റ് ഡ്വാർഫ് അതിൻ്റെ തന്നെ ഗ്രാവിറ്റി കൊണ്ട് എക്സ്പ്ലോഡ് ആവും മുമ്പ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാസ്, അതാണ് ചന്ദ്രശേഖർ പരിധി. അപ്പോൾ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മാക്സിമം എമൗണ്ട് ഓഫ് മാസ് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ബൈ എ വൈറ്റ് ഡ്വാർഫ് ബിഫോർ ഇറ്റ്സ് ക്രഷ് ഡൗൺ ബൈ ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി. അപ്പോൾ സ്വന്തം ഗ്രാവിറ്റിയാൽ ക്രഷ് ഡൗൺ ആവുന്നതിന് മുൻപ് ഒരു സ്റ്റാറിന്, ഒരു വൈറ്റ് ഡ്വാർഫിന്, ഒരു വെള്ളക്കുള്ളന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മാസ് എത്ര. അപ്പോൾ ഒരു ലിമിറ്റ് വെക്കുമല്ലേ, ഒരു പരിധി വെക്കുമല്ലേ, അതിനെയാണ് ഒരു സീമ കൽപ്പിക്കുകയാണ്. അതിനാണ് ചന്ദ്രശേഖർ സീമ, ചന്ദ്രശേഖർ പരിധി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു എന്ത് ലിമിറ്റ് ഓഫ് മാസ് ആണ്. അതെന്തല്ല? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ല, നീളത്തിൻ്റെ യൂണിറ്റ് അല്ല. ഓക്കെ, 10/2023 ചോദിച്ച ചോദ്യമാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. വാട്ട് പവറിൻ്റേതാണ് നമുക്കറിയാം. ആംപിയർ ഇലക്ട്രിക് കറണ്ട് ആണെന്നറിയാം. കിലോ വാട്ട്, വാട്ട് കിലോ വാട്ട് രണ്ടും പവർ തന്നെയാണ്. അപ്പോൾ ജൂളാണ് എനർജി അളക്കാൻ. എനർജിയുടെയും വർക്കിൻ്റെതും എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 215/2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ്. ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഊഷ്മാവ് എന്നതുകൊണ്ട് ടെമ്പറേച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഹീറ്റല്ല ടെമ്പറേച്ചറാണ് ഊഷ്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത്? സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഊഷ്മാവിൻ്റെ യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പം തന്നെ നമുക്ക് പാസ്കലാണ് ആൻസർ എന്ന് എഴുതാം. അല്ലെങ്കിൽ തന്നെ പാസ്കൽ എന്ത്? ഈ ക്ലാസ്സിൽ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു. പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. പാസ്കൽ എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. ഓക്കെ, ഇനി മാസുമായി ബന്ധപ്പെട്ട് കണ്ടോ, മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. റൈറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ 184/2023 ചോദിച്ചൊരു ചോദ്യമാണേ. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ്, ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി. ഓക്കെ, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. അപ്പോൾ മുമ്പൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റാണ് മാസ് ഈസ് ഇൻവേരിയബിൾ. എൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. അതെന്നെ പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുവച്ചാലും സ്ഥിരമായിരിക്കും. എന്ത് മാത്രമേ മാറൂ? ഒരു പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചാണ് അത് എന്നിൽ ഫോഴ്സ് ചെലുത്തുന്നത്. അപ്പോൾ പ്ലാനറ്റ് മാറും തോറും ഗ്രാവിറ്റി മാറും, അത് ചെലുത്തുന്ന ഫോഴ്സ് മാറും, എൻ്റെ വെയിറ്റ് മാറും. വെയിറ്റാണ് വേരിയബിൾ, മാസ് വേരിയബിൾ അല്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമാണ്. ഇതും ശരിയാണ്, ഡെഫിനിഷനും ശരിയാണ്. യൂണിറ്റ് കിലോഗ്രാം ആണോ ന്യൂട്ടൺ ആണോടെ? ഏതാണ് മാസിൻ്റെ യൂണിറ്റ്? കിലോഗ്രാം ആണ്, ന്യൂട്ടൺ അല്ല. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റാണ്? ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ്, ഇതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഓക്കെ,
അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്, ശരിയായതാണ് ചോദിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരി. 1, 2, 3 ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോ അവർ ആൻസർ ഈസ് ഡി. ഓക്കെ, 1, 2, 3 ശരി. വീണ്ടും നടക്കുന്ന പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ് 61/2022. ഈ പാർസെക് AU ലൈറ്റ് ഇയറിലൊക്കെ PSCക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഓക്കെ, സോ പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ്, ഇനി ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പാർസെക് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ബി ആണ് ആൻസർ. ആർക്ക് സെക്ക് ഡിഗ്രിയാണ്, മറന്നുപോലെ. ആർക്ക് സെക്ക് എന്താണ്? 1/3600 ഡിഗ്രി. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് 1/3600 ഡിഗ്രി. അതായത് എന്ത് ആംഗിളാണിത്. അപ്പോൾ ഭൂമിയുടെ റേഡിയസ് ഈ ആംഗിൾ കവർ ചെയ്യുന്ന സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ആർക്കിൻ്റെ ലെങ്ത് ആണ് എന്ത്? പാർസെക് അല്ലേ. സോ പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ബി ആണേ. ഇനി 71/2022 ചോദിച്ച ചോദ്യം, ഊർജ്ജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? അപ്പോൾ നമുക്കറിയാം ഊർജ്ജവും വർക്കും സിമിലർ ക്വാണ്ടിറ്റീസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കാണാതെ പഠിച്ചു വെക്കാൻ പാടുള്ളവർ, ഞാൻ ഇത്തരം കൺസെപ്റ്റുകൾ കാണാതെ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണ്, ഞാനിത് കാണാതെ പഠിച്ചു വെക്കാറില്ല. സിംപ്ലി നമുക്ക് എഴുതാം, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. ഫോഴ്സിൻ്റെ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ത്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ L/T ആണ് വെലോസിറ്റി, L/T/T ആണ് ആക്സലറേഷൻ. അപ്പോൾ mL/T⁻² ഇൻറ്റു ഡിസ്റ്റൻസ് L. അപ്പോൾ എന്ത്? mL²T⁻². ഇത്രയേ ഉള്ളൂ. പറയുമ്പോൾ ഇത്ര സമയം പിടിച്ചാണ്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അങ്ങ് എഴുതിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ എഴുതിയെടുക്കാനാണെങ്കിൽ ഒരു 5 സെക്കൻഡ് പരിപാടിയുള്ളൂ, തീർന്നു. അപ്പോൾ mL²T⁻² ആണ് വർക്ക്. ഇത് തന്നെയാണ് എന്ത്? എനർജി. ഇനി സിമിലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പോലും ഇതേ ഡയമെൻഷനുള്ള മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ടോർക്കിൻ്റെ ഫോർമുല ടോ = R×F എന്നാണ്. അപ്പോൾ അതും ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്ന കൈൻഡിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടെയും ടോർക്ക്, എനർജി, വർക്ക് ഏതാണ് ആ ട്രയാഡ്? ടോർക്ക്, എനർജി, വർക്ക് മൂന്നിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്ത് തന്നെയാണ്? mL²T⁻². mL²T⁻². അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. mL²T⁻². ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ശരാശരി പ്രവേഗത്തിൻ്റെ ഡയമെൻഷൻ, ആവറേജ് വെലോസിറ്റി ആയാലും ഇനി ലൈറ്റിൻ്റെ വെലോസിറ്റി ആയാലും ഒക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തന്നെയാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എപ്പോഴും എന്തായിരിക്കും? L/T ആയിരിക്കും. അതായത് L⁻⁻1 ആയിരിക്കും. L⁻⁻1 ആയിരിക്കും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. അതുപോലെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം വരും. അപ്പോൾ ആക്സലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല L⁻⁻1/T. അപ്പോൾ ഏത്? L⁻². ഇതാണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഇനി 60/2023 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈസ്. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് പഠിക്കാനില്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ചില സമയങ്ങളിൽ PSC ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ കണ്ട് തീരെ ഫെമിലിയർ അല്ലാത്ത ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മിക്കവാറും പേർക്കും അത് പാടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഫിസിക്സൊക്കെ മെയിൻ എടുത്ത് പഠിച്ച BSc MSc ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന് വരുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊന്ന് അറ്റംപ്റ്റ് ചെയ്താലായി, അല്ലാതെ ഭൂരിഭാഗം പേർക്കും ഇത് ഡിഫിക്കൽട്ട് ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ആവശ്യമില്ലാതെ കയറി അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിക്കാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H എന്ന് പറഞ്ഞാൽ ആംപിയർ/മീറ്റർ² ആണ് അതിൻ്റെ യൂണിറ്റ്. ആ ക്വാണ്ടിറ്റിയെ പറ്റി അനാവശ്യമായി ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമയം കളയണ്ട. ആംപിയർ/മീറ്റർ² ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് Hൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? 160/2023 ചോദിച്ച ചോദ്യമാണ്. വെയിറ്റ്, ടൈം, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം വെയിറ്റ് ആണ്. മാസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. വെയിറ്റ് എന്തല്ല? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. സോ നമ്മുടെ ആൻസർ എന്താണ്? എ ആണ്. ഓക്കെ, ഇനി 123/2022 ചോദിച്ച ചോദ്യമാണ്. 1 ന്യൂട്ടൺ ഈസ് ഇക്വൽ ടു ഡാഷ് ഡൈൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡൈനും എർഗും ഒക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്, അത് ഓർത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഡൈൻ ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ്.
ഓക്കെ, ഡൈൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ആണ്. എർഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ തന്നെ ERG എനർജിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. അവിടെ 2 കൺവെർഷൻസ് നമ്മൾ പറഞ്ഞു. 1 ഡൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡൈൻ ഈസ് ഈക്വൽ ടു 10⁻⁻5 ന്യൂട്ടൺ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 1 എർഗ് ഈസ് ഈക്വൽ ടു 10⁻⁻7 ജൂൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. 1 ഡൈൻ എന്ന് പറഞ്ഞാൽ 10⁻5 ന്യൂട്ടൺ, 1 എർഗ് എന്ന് പറഞ്ഞാൽ 10⁻7 ജൂൾ. അപ്പോൾ ഇവിടെ ചാടിക്കയറി എഴുതാൻ വരുമ്പം ശ്രദ്ധിക്കണം, ഇതെന്ത് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ 1 ന്യൂട്ടൺ എത്ര ഡൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഡൈൻ 10⁻5 ന്യൂട്ടൺ ആണെങ്കിൽ 1 ന്യൂട്ടൺ കിട്ടാൻ ഈ 10⁻5 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. ആലോചിക്കുക, 10⁻5 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 ഡൈൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ന്യൂട്ടൺ കിട്ടണമെങ്കിൽ ഈ 10⁻5 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ 1/10⁻5 ഡൈൻ, അതായത് 1/10⁻5 എന്ന് പറഞ്ഞാൽ എത്ര? 10⁵ ഡൈൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 കഴിഞ്ഞ് ഏത് പവർ വന്നാലും 1 കഴിഞ്ഞാൽ പവർ എത്രയാണോ അത്രയും 0 ഇടണം. 10⁵ എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞ് 5 0 അല്ല, 1 കഴിഞ്ഞ് 5 0 അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞ് 5 0, 1 2 3 4 5 ഇത്രയും ഡൈനാണ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 1 ഡൈൻ 10⁻5 ന്യൂട്ടൺ എല്ലാവരും പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ ചോദിച്ചത് എന്താണ്? 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ഡൈൻ 10⁻5 ന്യൂട്ടൺ ആണെങ്കിൽ 1 ന്യൂട്ടൺ 10⁵ ഡൈൻ ആയിരിക്കും. 1 എർഗ് 10⁻7 ജൂൾ ആണെങ്കിൽ 1 ജൂൾ 10⁻7 എർഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻസ്. 1 കഴിഞ്ഞ് എത്ര 0 വരണം? 5 0 വരണം. ഇവിടെ 1 2 3 4 5 സി ആണ് ആൻസർ. 1 കഴിഞ്ഞ് 5 0 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. ഇതുപോലെ ചോദിച്ചിരുന്ന 1 എർഗ് ആയിരുന്നെങ്കിൽ എന്ത് 1 കഴിഞ്ഞ് 7 0 വരുന്ന ഓപ്ഷൻ എഴുതണം. ഇതിനകത്ത് ഇപ്പോൾ തന്നിട്ടില്ല. 1 ജൂൾ ഈക്വൽ ടു എത്ര എർഗ് എന്നായിരുന്നു ക്വസ്റ്റനെങ്കിൽ 1 കഴിഞ്ഞ് 7 0 വരുന്ന ആൻസർ എഴുതണം. ഓക്കെ, നമ്മൾ ആൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സി ആണ് ആൻസർ. ഓക്കെ, ഇനി 117/2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, ഹബിൾ കോൺസ്റ്റൻറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലൊരു ക്വാണ്ടിറ്റിയാണ് ഹബിൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹബിൾ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഏതിൻ്റെ മാസിൻ്റെ അല്ല, അത് ഓപ്ഷനിൽ ചെറിയൊരു തെറ്റുണ്ട്. ഓക്കെ, ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ് ആർക്കുള്ളത്? ഹബിൾ കോൺസ്റ്റൻറ്റിന്. ആൻസർ എന്താണ്? ഇവിടെ ഡി ആണ് വരുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത് ഫ്രീക്വൻസി ആണെന്ന് മാത്രം ഓർത്ത് വെക്കുകയല്ല, ജസ്റ്റ് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഹബിൾ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഈ ബിഗ് ബാങ് എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പലയിടത്തും നമ്മൾ ആ ടൈം കേൾക്കും. അപ്പോൾ നമ്മൾ പറയും ബിഗ് ബാങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പൊട്ടിത്തെറിയല്ല എന്നും പ്രപഞ്ചം ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് വികസിക്കുകയാണ് എന്നതുമാണ് നമ്മുടെ പുതിയ ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വികസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നൊരു സാധനം അകന്നു പോകുന്നു. അപ്പോൾ ഞാനും നിങ്ങളെൻ്റെ തൊട്ടപ്പുറത്തേക്കാണ്, നമ്മൾ നിൽക്കുന്ന തറ വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ദ ഹോൾ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ കറണ്ട് എക്സ്പാൻഷൻ റേറ്റ് ഓഫ് യൂണിവേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? അതിനെ തന്നെ എന്തിൽ പറയും? ഹൗ ഫാസ്റ്റ് ഗാലക്സീസ് മൂവ് എവേ ഫ്രം അസ് പെർ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ 2 കാര്യം പറഞ്ഞു. ഹൗ ഫാസ്റ്റ് ഗാലക്സീസ് മൂവ് എവേ ഫ്രം അസ് പെർ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ നിങ്ങൾ എടുക്കാൻ എന്താ? ഹൗ ഫാസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിൽ നിന്ന് ഗാലക്സികൾ എത്രത്തോളം വേഗത്തിൽ അകന്നു പോകുന്നു പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ഫാസ്റ്റ് അല്ല, ഇവിടെ മറ്റേ ഓപ്ഷൻ വരും, ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. ഫാസ്റ്റ് പെർ ഡിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ യൂണിറ്റ്. അപ്പോൾ ആ ലോജിക്ക് അപ്ലൈ ചെയ്യണം. ഫാസ്റ്റ് എന്ന് പറയുമ്പം അതിന് എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും ഒന്നോർത്ത് നോക്കിയേ. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡിസ്റ്റൻസ് പെർ ടൈം അല്ലേ. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര പതുക്കെ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അവിടുത്തെ യൂണിറ്റ്. അതേ പെർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ താഴെ ഡിസ്റ്റൻസ് കൂടെ വരും. അപ്പോൾ ഡിസ്റ്റൻസും എന്ത് ചെയ്യും? വെട്ടിപ്പോവും. രണ്ടും കൂടെ ക്യാൻസലായി പോയിട്ട് 1/ടൈമാണ് നമുക്കിവിടെ വരുന്നത്. 1/ടൈം എന്ന് പറഞ്ഞാൽ T⁻⁻1. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫ്രീക്വൻസിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? T⁻⁻1 ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T ആണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T ആണ്. 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ T എന്ത്? Tയുടെ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു?
എന്താണെന്ന് നമ്മൾ പറഞ്ഞു, t⁻⁻1 ആണ് നമ്മൾ പറഞ്ഞു. ഈ ഒമേഗയെ തന്നെ നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ്റെ ടൈംസിൽ ഉപയോഗിക്കാറുണ്ട്, അല്ല ആംഗുലാർ വെലോസിറ്റിയുടെ ടൈംസിൽ ഉപയോഗിക്കാറുണ്ട്. അവിടെയും സിമിലർ ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ഒമേഗ = 2π/t തന്നെയാണ് വരുന്നത്. കാരണം ആംഗിൾ ബൈ ടൈമാണ്. അപ്പോൾ ആംഗിളിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ആംഗുലാർ വെലോസിറ്റിക്കും ഫ്രീക്വൻസിക്കും സിമിലർ ഡയമെൻഷനാണ്. അത് രണ്ടും എന്ത് തന്നെയാണ്, t⁻⁻1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹബിൾ കോൺസ്റ്റൻറ്റിന് എന്തിൻ്റെ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കിയേ, km/s/മെഗാ-പാർസെക്. അപ്പോൾ km/s എന്ന് പറഞ്ഞാൽ എന്താണ് ഹൗ ഫാസ്റ്റ് പെർ മെഗാ-പാർസെക് അല്ലേ? ഈ യൂണിറ്റിലാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ. അപ്പോൾ 2 സ്ലാഷ് വരൂലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഈ കിലോമീറ്ററും ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്, മെഗാ-പാർസെക്കും ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ കിലോമീറ്ററും മെഗാ-പാർസെക്കും കൂടെ ക്യാൻസൽ ആയിപ്പോട്ട് പിന്നെ 1/s ആണ് ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/s എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡയമെൻഷനാണ്? ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ്. D ആണ് നമ്മുടെ ആൻസർ, B അല്ല, മാസ് അല്ലേ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ് ഹബിൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. ഇനി ഇതുപോലെ കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എക്സർട്ടഡ് ബൈ എർത്ത് ഓൺ എ മാസ് ഓഫ് 1 കിലോഗ്രാം. ഞാനവിടെ പറഞ്ഞില്ലേ, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ബലമാണ് 1 കിലോഗ്രാം വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി ഒരു വസ്തുവിൽ ചെലുത്തുന്ന ഫോഴ്സാണ് വെയിറ്റ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൽ ഭൂമി ചെലുത്തുന്ന ഫോഴ്സാണ് 1 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേ, നമ്മൾ പറഞ്ഞു വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് 1 കിലോഗ്രാം മാസുള്ള വസ്തു, നമുക്കറിയാം ഭൂമി ഒരു വസ്തുവിൽ ചെലുത്തുന്ന വെയിറ്റ് mg ആണ്, F = mg ആണ്. അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയിറ്റ് ആണേ. ഇനി ഇപ്പോൾ ഫോഴ്സ് = 1 കിലോഗ്രാം മാസ് ആണെങ്കിൽ 1 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? 9.8 m/s² അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം ഇൻറ്റു 9.8 9.6 അല്ലേ, 9.8 ആണ് കണ്ടാൽ അതുപോലെ ഇരിക്കുന്നത് അല്ലേ, 9.8 m/s². അപ്പോൾ യൂണിറ്റ് എന്തിനു വരും? ഫോഴ്സ് ആണേ. ഫോഴ്സ് ആകുമ്പോൾ കിലോഗ്രാം m/s² എന്ന് തന്നെ വരും അല്ലേ? പക്ഷേ വാല്യൂ എത്രയാണ് ഇവിടെ? വാല്യൂ എന്ന് പറഞ്ഞാൽ 1 × 9.8 എത്ര? 1 × 9.8 എത്ര? 9.8 തന്നെ. അപ്പം 9.8 കിലോഗ്രാം m/s², അഥവാ 1 കിലോഗ്രാം m/s²നെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. 1 കിലോഗ്രാം m/s²നെയാണ് 1 ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. അതായത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി എത്ര ബലം ചെലുത്തൂടെ? 9.8 ന്യൂട്ടൺ ബലം ചെലുത്തും. അഥവാ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 9.8 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്, തിരിഞ്ഞു പോകരുത്. യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം ആണ്, യൂണിറ്റ് ഓഫ് വെയിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് ഇൻവേരിയബിൾ ആണ്, വെയിറ്റ് വേരിയബിൾ ആണ്. എന്തൊക്കെയാണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് ഇൻവേരിയബിൾ ആണ്, വെയിറ്റ് വേരിയബിൾ ആണ്. ഇത് ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ജനറൽ PSC സിലബസിൽ ഒരുവിധം PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂണിറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ.